താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ UDF. മാലിന്യ സംസ്കരണ രംഗത്ത് കോഴിക്കോട് ജില്ലയിൽ ഫ്രഷ് കട്ടിലല്ലാതെ മറ്റ് സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാത്തതിൽ ദുരൂഹതയെന്നാണ് ആരോപണം. ആക്രമണം ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഫ്രഷ് കട്ട് അടച്ചുപൂട്ടണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. കേൾക്കാം. ഇന്നലെയും സമരം നടത്തിയത് ഒരു പോലീസുമായി ഏറ്റുമുട്ടി, നിയമപാലകരുമായി ഏറ്റുമുട്ടി. ഈ സമരം എങ്ങനെ കൊണ്ടുപോകാനല്ല ജനങ്ങൾ ഇന്നലെ സംഘടിച്ചത്. ജനങ്ങൾ സംഘടിച്ച അവരുടെ വികാരം ഒന്നുകൂടി ശക്തമായി ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ സമരത്തെയാണ് വളരെ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെട്ടത്. വലിയ ലാത്തിച്ചാർജും അതുപോലെ ഗ്രനേഡും കല്ലേറും ഒക്കെ ഉണ്ടായി. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? സമരക്കാരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനമാണ് ഉണ്ടായത്? അതല്ല പോലീസിന്റെ ഭാഗത്തു നിന്നാണോ പ്രകോപനം ആദ്യം ഉണ്ടായത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്നലെയുണ്ടായ സംഭവം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുകയും ചെയ്യണം എന്നാണ് ജില്ലാ ഭരണകൂടത്തോടും സംസ്ഥാന ഭരണകൂടത്തോടും അതുപോലെ ജില്ലാ പോലീസിനോടും മേധാവികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതേസമയം താമരശ്ശേരി മാലിന്യ പ്ലാന്റിലെ സംഘർഷത്തിന് പിന്നിൽ ചില ക്ഷുദ്രശക്തികളെന്നാണ് മന്ത്രി MP രാജേഷ് ഇന്ന് പറഞ്ഞത്. നിയമപരമായ പ്രതിഷേധം നടത്താം, എന്നാൽ കട്ടിപ്പാറയിൽ അതല്ല നടന്നതെന്നും മന്ത്രി പറഞ്ഞു. അത് വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ്. ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. നിയമപരമായ അനുമതികൾ വാങ്ങിയിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ഇനി പരാതി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാം. ഇത് വളരെ യാദൃശ്ചികമായിട്ട് നടന്നതാണ് എന്ന് കരുതാനാവില്ല. അതിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ആ സ്വഭാവത്തിൽ തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു പ്രതിഷേധം ഇങ്ങനെയല്ലല്ലോ നടക്കുക. ജനകീയമായ പ്രതിഷേധമായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ നടക്കുക? അവിടെ പോയിട്ട് അക്രമം നടത്തി, പോലീസിനെ ആക്രമിച്ചു, തീയിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ ജനകീയ പ്രതിഷേധമല്ല. ചില ഛിദ്രശക്തികൾ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ആസൂത്രിതം എന്ന് പറയുന്ന പോലീസ്, പിന്നിൽ ക്ഷുദ്രശക്തികളുണ്ടെന്ന് പറയുന്ന മന്ത്രി, കേസിൽ മുൻപിൽ യുവജന സംഘടനയിൽപ്പെട്ട ആളുണ്ട്. അപ്പൊ എന്താണ് നടക്കുന്നത്? മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉയരുന്ന ശബ്ദം എന്താണ്? അവർ ആർക്കൊപ്പമാണ്? രോഷ്നി, രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലവിൽ ഒരു ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. സ്വാഭാവികമായിട്ടും നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധക്കാർക്കൊപ്പമാണ് അവിടുത്തെ പ്രാദേശികമായി CPM-ഉം പ്രാദേശികമായി ലീഗും പ്രാദേശികമായി കോൺഗ്രസും ഉള്ളത്. എന്ന് പറഞ്ഞാൽ LDF-ഉം UDF-ഉം പൂർണ്ണമായും സമരക്കാർക്കൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഈ പ്ലാന്റിനെ അനുകൂലിച്ചിരുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം എന്നുള്ളതാണ്. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഈ മാലിന്യ സംസ്കരണം ഓരോ തദ്ദേശ സ്ഥാപനവും നേരിടുന്ന വലിയ പ്രശ്നമാണ്. എല്ലാ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെയും ഇതുപോലെ സമരം നടന്ന് അത് അടച്ചുപൂട്ടിയാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണം അവതാളത്തിലാകും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുകൂലമായിരുന്നു. പക്ഷെ പിന്നീട് ജനകീയമായ സമരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. കഴിഞ്ഞ 6 വർഷമായിട്ട് പല പ്രദേശങ്ങളിൽ ആദ്യം കരിമ്പാലക്കുന്നിലെ ജനങ്ങളാണ് സമരം തുടങ്ങിയത്. കൊടഞ്ചേരി പഞ്ചായത്തിലെ ആളുകൾ അത് ഏറ്റെടുത്തു. പിന്നീട് കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക് വന്നു. താമരശ്ശേരി പഞ്ചായത്തിലെ ചില ആളുകൾ, കൂടത്തായി ഭാഗത്തൊക്കെ സമരം തുടങ്ങി. അങ്ങനെ വിവിധ പഞ്ചായത്തുകളിലെ ആളുകൾ കൂടിച്ചേർന്നാണ് ഈ സമരം നടത്തിയത്. ഈ സമരത്തിന് പ്രാദേശികമായി പിന്തുണ പല രാഷ്ട്രീയ പാർട്ടികളും നൽകിയെങ്കിലും സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഇതിനൊന്നും ഒരു പിന്തുണയും ഉണ്ടായിട്ടില്ല. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലാന്റ് കുറച്ചു കാലം അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് അവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആളുകൾ വന്ന് പരിശോധിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടമൊക്കെ പരിശോധിച്ചവർക്ക് വീണ്ടും അനുമതി കൊടുത്തിരുന്നു. ആ അനുമതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടത്തിയ സമരത്തിൽ മന്ത്രി MP രാജേഷ് പറയുന്നത് ഇനിയും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങൾ അത് ചില ചിത്രശക്തികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയാണ്. അങ്ങനെ അക്രമം വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ അക്രമത്തെക്കുറിച്ച് പ്രാദേശികമായി CPM-ഉം ലീഗും കോൺഗ്രസും പറയുന്നത് ഈ അക്രമം നടത്തിയത് പ്ലാന്റിന്റെ ആളുകളാണ്. അക്രമം പ്ലാന്റ് ആസൂത്രണം ചെയ്തതാണ്. കാരണം ഈ അക്രമത്തിലൂടെ സമരം അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് പറയുന്നത് ഇത് ആസൂത്രിതമായി ഒരു കലാപം ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.